ഓം നമോ വെങ്കിട്ടേശായ. നമസ്കാരം. ആത്മീകം കുടുംബത്തിൻ്റെ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ചൊവ്വാഴ്ചയോടുകൂടി വരുന്ന സങ്കടഹര ചതുർത്ഥി ദിവസം. ഈ ദിവസത്തിൽ രാവിലെ ഉണർന്നതും ചൊല്ലേണ്ട മന്ത്രത്തെക്കുറിച്ച് നമ്മൾ നേരത്തെ തന്നെ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു. പക്ഷെ ഞാനിപ്പോൾ ഇവിടെ പറയുവാൻ പോകുന്നത്, നമ്മൾ ഉറങ്ങുന്നതിന് മുന്നേ ഒരൊറ്റ ആഗ്രഹം മാത്രം മനസ്സിൽ കരുതിക്കൊണ്ട് 21 പ്രാവശ്യം എഴുതേണ്ട ഒരു അത്ഭുത മന്ത്രത്തെക്കുറിച്ചാണ്. സാധാരണ നമ്മുടെ വീഡിയോകൾ കാണുന്ന എല്ലാവർക്കും തന്നെ അറിയാവുന്ന ഒരു കാര്യമാണ്, നമ്മുടെ ജീവിതത്തിലെ ഏതൊരു ആഗ്രഹത്തെയും മുരുക ഭഗവാനെ വിശ്വസിച്ച് പ്രാർത്ഥിച്ചാൽ ഭഗവാൻ നിറവേറ്റി തരും എന്നുള്ള കാര്യം. അത് ഒരുപാട് പേർക്ക് നേരിട്ട് അനുഭവമുള്ള ഒരു കാര്യം കൂടിയാണ്. അങ്ങനെയുള്ള തീർത്താൽ തീരാത്ത ഏത് പ്രശ്നങ്ങളാണെങ്കിലും, ഉദാഹരണത്തിന് ആരോഗ്യപരമായ പ്രശ്നങ്ങളായിക്കോട്ടെ, അതുപോലെ തന്നെ സാമ്പത്തികപരമായ ബുദ്ധിമുട്ടുകൾ മാറിക്കിട്ടുവാനായിക്കോട്ടെ, ഇനി വേറെ ഏതെങ്കിലും ഒരുപാട് നാളത്തെ ആഗ്രഹം നിറവേറി കിട്ടണമെന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾ ഇന്ന് വിശ്വാസപൂർവ്വം രാത്രിയിൽ ഉറങ്ങുന്നതിന് മുന്നേ ഈ 4 വരി മന്ത്രം 21 പ്രാവശ്യം എഴുതി കിടക്കാവുന്നതാണ്. ഇത് പൂജാമുറിയിൽ കയറി അവിടെ ഇരുന്നു കൊണ്ടും എഴുതാം. ഇനി അഥവാ നമുക്ക് നോൺ വെജ് കഴിച്ചു പോയി, അല്ലെങ്കിൽ പീരിയഡ്സ് ആണ്, പുലവാലായ്മയാണ് എന്ന് പറയുന്നവരാണെങ്കിൽ പൂജാമുറിയിൽ കയറാതെ നമ്മൾ എവിടെയാണോ സമാധാനത്തോടുകൂടി ശാന്തമായി നമ്മുടെ ആഗ്രഹങ്ങൾ നിറവേറി കിട്ടുവാൻ വേണ്ടി ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് നമുക്ക് ഇത് എഴുതുവാൻ സാധിക്കുന്നത്, അവിടെ ഇരുന്നു കൊണ്ട് നമുക്ക് ഇത് എഴുതാവുന്നതാണ്. ഒരു വിധപ്പെട്ട എല്ലാ മുരുകമന്ത്രങ്ങളെക്കുറിച്ചും നമ്മുടെ ചാനലിലൂടെ ഞാൻ നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞു. അത് പ്രകാരം ഞാൻ ഏറ്റവും കൂടുതൽ പറഞ്ഞിരിക്കുന്ന ഒരു മഹാമന്ത്രമാണ് വേൽമാറൽ മഹാമന്ത്രം എന്നുള്ളത്. ഈ വേൽമാറൽ മഹാമന്ത്രം ചൊല്ലും തോറും, അല്ലെങ്കിൽ നമ്മൾ കേൾക്കും തോറും നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങളാണ് നിറവേറിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യം നമുക്കറിയാവുന്ന കാര്യമാണ്. ഉദാഹരണത്തിന്, ഏതെങ്കിലും ഒരു വലിയ പ്രശ്നം മുൻനിർത്തിക്കൊണ്ട് നമ്മൾ വളരെയധികം വിഷമിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ, തുടർച്ചയായി 21 ദിവസം വേൽമാറൽ മഹാമന്ത്രം ജപിക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അറിയാത്ത ഒരു മാറ്റം സംഭവിക്കുകയും അത് മുഖാന്തരം നമ്മുടെ പ്രശ്നങ്ങളെല്ലാം തന്നെ തവിടുപൊടിയാവുകയും ചെയ്യുമെന്നുള്ള കാര്യം ഞാൻ പറഞ്ഞിരുന്നു. കൂടാതെ തന്നെ വേൽമാറൽ മഹാമന്ത്രം എങ്ങനെ ജപിക്കണം, എപ്പോൾ ജപിച്ചു തുടങ്ങണം, അത് ജപിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണ് എന്നെല്ലാം തന്നെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നിങ്ങൾ ഇന്ന് ഈ മന്ത്രം മുഴുവനായിട്ട്, അതായത് 64 വരികളും ഉൾപ്പെടുത്തിക്കൊണ്ട് ചൊല്ലണമെന്നൊന്നുമില്ല. അതിലെ ആദ്യത്തെ 4 വരിയായ തിരുത്തണിയിൽ ഉദിത്തരുളും ഒരുത്തൻ മലവിരുത്തൻ എനതുളത്തിൽ ഉറേ കരുത്തൻ മയിൽ നടത്തു ഗുഹൻ വേലെ എന്നുള്ള മന്ത്രം മാത്രം ജപിച്ചാൽ മതിയാകുന്നതാണ്, അല്ലെങ്കിൽ എഴുതിയാൽ മതിയാകുന്നതാണ്. ഇനി എഴുതാൻ സാധിക്കാത്തവരാണെങ്കിൽ 21 പ്രാവശ്യം ഈ ഒരു മന്ത്രം മാത്രം ഇന്ന് ചൊല്ലുക. സുബ്രഹ്മണ്യ സ്വാമിയുടെ കയ്യിലുള്ള വേലിൻ്റെ മാഹാത്മ്യത്തെക്കുറിച്ച് വിശദീകരിക്കുന്നതാണ് ഈ വേൽമാറൽ മഹാമന്ത്രം എന്ന് പറയുന്നത്. നമുക്കറിയാം, പഴനി ക്ഷേത്രത്തിൽ ദർശനത്തിന് പോകുന്ന സമയത്ത്, അതുപോലെ തിരുച്ചെന്തൂർ, തിരുത്തണി എന്നീ സ്ഥലങ്ങളിലെല്ലാം, അല്ലെങ്കിൽ ഏത് മുരുകക്ഷേത്രങ്ങളിൽ ദർശനത്തിന് പോകുകയാണെങ്കിലും വെട്രിവേൽ മുരുകനുക്ക് ഹരോഹര, വെട്രിവേൽ മുരുകനുക്ക് ഹരോഹര എന്നുള്ള ആ ഒരു ശരണഘോഷം മുഴങ്ങുന്നത് നമുക്ക് കേൾക്കുവാൻ സാധിക്കും. എന്തുകൊണ്ടാണ് മുരുക ഭഗവാന്റെ വേലിനെ വെട്രിവേൽ എന്ന് പറയുന്നത് എന്നാൽ, നമ്മുടെ പാർവതി ദേവി ശൂരപത്മാസുരനെ വധം ചെയ്യുവാൻ പോകുന്ന സമയത്ത് മുരുക ഭഗവാന് നൽകിയ വേലിനെയാണ് ശക്തിവേൽ എന്ന് പറയുന്നത്. അതുമാത്രമല്ല, മുരുക ഭഗവാന്റെ കയ്യിൽ എപ്പോഴും ഉണ്ടാകുന്ന ഒന്ന് തന്നെയാണ് ഈ വേൽ എന്ന് പറയുന്നത്. ഈ വേൽ, വെട്രി വേൽ എന്ന് പറയുന്നത് വിജയത്തിനെ കുറിക്കുന്ന ഒന്നായിട്ടാണ്. അതായത് സുബ്രഹ്മണ്യ സ്വാമിയെ വഴിപാട് ചെയ്ത് പ്രാർത്ഥിച്ചു വന്നാൽ വിജയം നമുക്ക് ഉറപ്പാണ് എന്നുള്ള കാര്യത്തെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അത് മാത്രമല്ല, ഈ ഹരോഹര എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താണ്? ഹരോഹര എന്നുള്ള ആ ഒരു തിരുവാക്യം എന്ന് പറയുന്നത് ശിവഭഗവാനെ കുറിക്കുന്ന ഒന്നാണ്. ഹരൻ എന്ന് പറയുമ്പോൾ തന്നെ അതിൽ ശിവഭഗവാൻ ഉൾപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ശിവഭഗവാനെയും മുരുക ഭഗവാനെയും വേർതിരിച്ച് കാണുവാൻ പാടില്ല. കാരണം 2 പേരും ഒന്നു തന്നെയാണ്. അതുകൊണ്ടാണ് ഹരോഹര എന്നുള്ള ഘോഷവാക്യം നമ്മൾ ഇപ്പോൾ തിരുച്ചെന്തൂർ പോവുകയാണെങ്കിലും, അതല്ല നമുക്ക് നമ്മുടെ തിരുവണ്ണാമല ക്ഷേത്രത്തിൽ ശിവഭഗവാനെ ദർശനം ചെയ്യാൻ പോവുകയാണെങ്കിലും അവിടെയും ഹരോഹര എന്നുള്ള ആ ഘോഷവാക്യം മുഴങ്ങുന്നത് കേൾക്കുവാൻ സാധിക്കുന്നതാണ്. അതുമാത്രമല്ല, ഈ ഹരോഹര എന്നുള്ള ഈ ഒരു മന്ത്രം ആദ്യമായി പറഞ്ഞത് വേറെ ആരും തന്നെയല്ല, സാക്ഷാൽ മുരുക ഭഗവാൻ തന്നെയാണ്. മുരുക ഭഗവാൻ തിരുജ്ഞാന സംബന്ധരായിട്ട് അവതാരമെടുത്തിരിക്കുന്ന സമയത്ത് തൻ്റെ ശിഷ്യന്മാർക്ക് പറഞ്ഞു കൊടുത്ത ഒരു മന്ത്രവാക്കാണ് ഈ ഹരോഹര എന്നുള്ളത്. ഈ ഹരോഹര എന്നുള്ള മന്ത്രം നമ്മൾ തനിയെ പറയരുത്, മറിച്ച് അതിൻ്റെ കൂടെ എന്തു പറയണം? വെട്രിവേൽ മുരുകനുക്ക് ഹരോഹര, വെട്രിവേൽ മുരുകനുക്ക് ഹരോഹര എന്നുള്ള ഘോഷം നമ്മൾ എപ്പോഴും ചൊല്ലിക്കൊണ്ടിരിക്കണം. നമ്മൾ ഇപ്പോൾ ഇവിടെ പറയുവാൻ പോകുന്നത് ഈ ഘോഷത്തെക്കുറിച്ചല്ല, പക്ഷേ ഈ ഘോഷം എങ്ങനെ വന്നു എന്നുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. ഇനി ഇതിനോടൊപ്പം തന്നെ നമ്മൾ ഇന്നു രാത്രി 21 പ്രാവശ്യം എഴുതേണ്ട അല്ലെങ്കിൽ ചൊല്ലേണ്ട മന്ത്രം ഏതാണ് എന്ന് ഞാൻ പറഞ്ഞു.
നിങ്ങൾക്ക് എല്ലാവർക്കും ആ മന്ത്രം അറിയാം, എങ്കിലും ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. തിരുത്തണിയിൽ ഉദിത്തരുളും ഒരുത്തൻ മലവിരുത്തൻ എനതുളത്തിൽ ഉറ കറുത്തന്മയിൽ നടത്തു ഗുഹൻ വേലേ എന്നുള്ള ഈ മന്ത്രം 21 പ്രാവശ്യം എഴുതുക. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ കുറച്ച് സമയമെടുക്കും, പക്ഷെ സാരമില്ല. നമ്മുടെ ഏറ്റവും വലിയ വലിയ ആഗ്രഹങ്ങൾ നിറവേറി കിട്ടണമെന്ന് നമ്മൾ അതിയായി ആഗ്രഹിക്കുന്ന സമയത്ത് കുറച്ച് സമയമെടുത്ത് നമ്മൾ ഈ മന്ത്രം എഴുതുന്നത് മുഖാന്തരം നമ്മുടെ ആഗ്രഹങ്ങൾ അതിവേഗതയിൽ നിറവേറി കിട്ടും എന്നുള്ള കാര്യത്തിൽ യാതൊരു വിധത്തിലുള്ള സംശയവും തന്നെ ഇല്ല. അതുകൊണ്ടാണ് ഞാൻ ഇതിവിടെ എടുത്തു പറയുവാൻ കാരണം. ഇതുപോലെ തന്നെ ഈ വേൽമാറൽ മന്ത്രം ജപിക്കുന്നവർക്കറിയാം, പരുത്തമുലൈ സിരുത്തയുടെ വെളുത്തനകൈ കറുത്ത കുഴൽ സിവത്ത ഇതൾ മരച്ചിരിമി വിഴിക്കുനികർ ആകുമെന്നുള്ള വള്ളിദേവിയെ കുറിക്കുന്ന വരികളുണ്ട്. ആ വരികൾ നിത്യവും ചൊല്ലുകയാണ് എന്നുണ്ടെങ്കിൽ, അതായത് സമയം, നേരം, കാലം ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. എപ്പോഴെല്ലാം നമ്മളെ കൊണ്ട് അത് ജപിക്കുവാൻ സാധിക്കുമോ, അത് ചൊല്ലുവാൻ സാധിക്കുമോ, മനസ്സിലെങ്കിലും അത് നമ്മൾ ചൊല്ലിക്കൊണ്ടേയിരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ ജീവിതത്തിൽ വേറൊരു ഘട്ടത്തിലേക്ക് തന്നെ പോയി എത്തിച്ചേരും എന്നുള്ള കാര്യം സംശയം വേണ്ട. അതായത് ഭഗവാൻ നമ്മളോടൊപ്പം തന്നെ ഉണ്ടാകും, നമ്മുടെ കൂടെ വേലും മയിലും സേവലുമായിട്ട് നമ്മളോടൊപ്പം തന്നെ ഉണ്ടാകും എന്നുള്ളതിൽ യാതൊരു വിധത്തിലുള്ള സംശയവും വേണ്ട. സങ്കടം വരുമ്പോൾ ജപിക്കാം, സന്തോഷങ്ങൾ വരുമ്പോൾ ജപിക്കാം, വെറുതെ ഇരിക്കുമ്പോൾ, രാവിലെ ഉണർന്നതും രാത്രിയിൽ ഉറങ്ങുന്നതിന് മുന്നേ തുടങ്ങി സദാ സമയവും വേൽമാറൽ മന്ത്രത്തിലെ വരികൾ നമ്മൾ ജപിച്ചുകൊണ്ടേയിരിക്കുക. നമ്മുടെ ജീവിതത്തിലെ പാപകർമ്മ ഫലങ്ങൾ, അതായത് നമ്മൾ എത്രയോ പാപങ്ങളുടെ ആ ഒരു ഭാണ്ഡക്കെട്ട് ചുമന്ന് നടക്കുകയാണ്. അതിലെ പാപങ്ങൾ ഓരോന്നായി ഇല്ലാതായി തീരുമ്പോൾ നമ്മുടെ വേദനകളും അതിനോടൊപ്പം തന്നെ ഇല്ലാതായി തീരും. നമ്മളിപ്പോൾ അനുഭവിക്കുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും, എല്ലാ സങ്കടങ്ങൾക്കും, എല്ലാ കാര്യങ്ങൾക്കും, അതായത് നന്മയാണെങ്കിലും തിന്മയാണെങ്കിലും അതെല്ലാം മുജ്ജന്മത്തിൻ്റെ ഫലമാണ് എന്നുള്ള കാര്യം നമുക്ക് അറിയാവുന്നതാണല്ലോ. അങ്ങനെയാകുമ്പോൾ നമ്മളിപ്പോൾ വേദനിക്കുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ മുജ്ജന്മത്തെ പാപകർമ്മ ഫലമായാണ്. അങ്ങനെയുള്ള ആ വേദനകളെ ഇല്ലാതാക്കണമെന്നുണ്ടെങ്കിൽ ഈ പാപകർമ്മ ഫലങ്ങൾ ഇല്ലാതാകണം. ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോയിൽ പറഞ്ഞ ഒരു കാര്യമാണ്, തലയെഴുത്തിനെ പോലും മാറ്റി എഴുതുവാൻ സാധിക്കുന്ന ഒരേ ഒരു ഭഗവാൻ എന്ന് പറയുന്നത് മുരുക ഭഗവാൻ മാത്രമാണ് എന്നുള്ള കാര്യം. അതുകൊണ്ടാണ് ഞാൻ ഇതിവിടെ വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയുന്നത്. നിങ്ങളെ കൊണ്ട് സാധിക്കുമ്പോഴെല്ലാം തന്നെ പരുത്തമുലൈ എന്നുള്ള ആ 4 വരി മന്ത്രം ജപിക്കുക, അല്ലെങ്കിൽ തിരുത്തണിയിൽ എന്നുള്ള 4 വരി മന്ത്രം ജപിക്കുക. ഈ 2 മന്ത്രങ്ങളും 4 വരി മന്ത്രങ്ങളും ജപിച്ചുകൊണ്ടേയിരിക്കുക. ജീവിതത്തിൽ നിങ്ങൾ തന്നെ അറിയാതെ നിങ്ങളുടെ ജീവിതം ഉയരുന്നത് അനുഭവിച്ചറിയുവാൻ സാധിക്കും. നമ്മുടെ ഈ വീഡിയോകളുടെ താഴെ നിങ്ങൾ വന്ന് കമൻറ്റ് ചെയ്യും. കാരണം അത്രയും പവർഫുൾ ആയിട്ടുള്ള ശക്തിയാർന്ന ഒരു മന്ത്രമാണ് വേൽമാറൽ മഹാമന്ത്രം എന്ന് പറയുന്നത്. നിത്യവും ചൊല്ലാൻ സാധിക്കാത്തവർക്ക് വേണ്ടിയാണ് ഞാൻ ഇവിടെ ഈ 2 ഓപ്ഷനുകൾ തന്നിരിക്കുന്നത്. പക്ഷേ ഇന്ന് ചൊവ്വാഴ്ചയായത് കാരണവും സങ്കടങ്ങളെ ഇല്ലാതാക്കുവാൻ സാധിക്കുന്ന ദിവസമായ സങ്കടഹര ചതുർത്ഥി ദിവസവുമായതിനാലാണ് ഞാൻ ഇന്ന് രാത്രിയിൽ ഉറങ്ങുന്നതിന് മുന്നേ തിരുത്തണിയിൽ എന്ന് തുടങ്ങുന്ന 4 വരി മന്ത്രം എഴുതി കിടക്കുക. 21 പ്രാവശ്യം മനസ്സുരുകി തന്നെ മുരുക ഭഗവാന്റെ വേരിനെയും ഭഗവാനെയും ധ്യാനിച്ചുകൊണ്ട് ഇത് എഴുതുക എന്നുള്ള കാര്യം ആവർത്തിച്ച് പറയുന്നത്. നമുക്ക് ഈ വീഡിയോ കാണുന്ന നിങ്ങളിൽ പലരും വിചാരിക്കും ഇന്നത്തെ വോയിസിന് കുറച്ച് ക്ലിയർ ഇല്ലല്ലോ, അല്ലെങ്കിൽ എന്തോ ഒരു ഡിസ്റ്റർബൻസ് ഉണ്ടല്ലോ എന്നുള്ള മനസ്സിൽ കരുതും. പക്ഷേ ഞാനിപ്പോൾ ഒരു യാത്രയിലാണ്. അത് നമ്മുടെ തിരുപ്പതിയപ്പനെ കാണുവാൻ വേണ്ടി വൈകുണ്ഠ ദ്വാര ദർശനത്തിലേക്ക് പോകുന്ന ആ ഒരു ഭഗവാൻ അനുഗ്രഹം തന്നിട്ട് ഞാൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനിടയിലാണ് ഇന്നത്തെ ഈ വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കണമെന്ന് എനിക്ക് മനസ്സിൽ തോന്നിയത്. അതുകൊണ്ടാണ് ഞാൻ ഇന്നിവിടെ പ്രത്യേകിച്ച് എടുത്തു പറയുവാൻ കാരണം. ഇന്ന് രാത്രി 12 മണിക്കുള്ളിൽ നിങ്ങൾ തീർച്ചയായിട്ടും മുരുക ഭഗവാന്റെ ഈ മന്ത്രം എഴുതി കിടക്കുക. അതുപോലെ തന്നെ തിരുപ്പതി പോയി തിരിച്ചു വരുന്ന സമയത്ത് ഭഗവാൻ അനുഗ്രഹിക്കുകയാണെങ്കിൽ തിരുത്തണി ക്ഷേത്ര ദർശനം നടത്തണമെന്നും ആഗ്രഹമുണ്ട്. അതിന് നമ്മുടെ സുബ്രഹ്മണ്യ സ്വാമി തന്നെയാണ് എനിക്ക് അനുഗ്രഹം തരേണ്ടത്. അപ്പോൾ നിങ്ങളും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഭഗവാനെ കണ്ട് തൊഴുതു വരാൻ നിങ്ങൾക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാം. നിങ്ങൾക്ക് എന്തെല്ലാം വിഷമങ്ങളുണ്ടോ അതെല്ലാം മനസ്സിൽ പറഞ്ഞുകൊണ്ട് നിങ്ങൾ മുരുക ഭഗവാനെയും അതുപോലെ തിരുപ്പതി അപ്പനെയും മനസ്സിൽ ധ്യാനിക്കുക. തീർച്ചയായും എല്ലാ പ്രശ്നങ്ങളും മാറിക്കിട്ടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായാൽ മറ്റുള്ളവരിലേക്കും കൂടി എത്തിക്കുവാനായിട്ട് ശ്രമിക്കുക. നന്ദി, നമസ്കാരം. ഓം നമോ നാരായണ. ഓം നമോ വെങ്കിടേശായ നമഃ.